ദുൽഖർ സൽമാൻ ചിത്രം കാന്തയിലെ മനോഹര ഗാനം പുറത്തിറങ്ങി. ദുൽഖറും ഭാഗ്യശ്രീയും ഒന്നിച്ച റൊമാന്റിക് ഗാനമാണ് പുറത്തിറങ്ങിയത്. നേരത്തെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടീസർ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു. നടിപ്പ് ചക്രവർത്തി അവാർഡുകളെല്ലാം റെഡിയാക്കി വെച്ചു. നടികർ ദുൽഖർ സൽമാൻ എത്തുകയാണ്. ഇനി സിനിമാ ലോകത്ത് ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതെ, റൊമാൻസ് മാത്രമല്ല, നല്ല കിടിലൻ ഡാൻസും ഇവിടെ ഓക്കെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. പ്രത്യേകിച്ച് ഇത്തവണ എത്തുന്നത് ഒരു ലവ് ട്രാക്കുമായി തന്നെയാണ്. ഇത് ആരാധകർക്കും ഏറെ ആവേശം പകരുന്ന ഒന്നാണ്. മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ വിലാസമാണ് ദുൽഖർ സൽമാൻ എന്ന നടൻ. മലയാളത്തിൽ മാത്രമല്ല, ദുൽഖർ കരിയർ ആരംഭിച്ചതു മുതൽ ഇന്ന് ഭാഷകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച താരം കൂടിയാണ് അദ്ദേഹം. മലയാളത്തിലും തെലുങ്കിലും ഒരുപോലെ സ്വീകാര്യൻ. തമിഴിലും ഹിന്ദിയിലുമെല്ലാം നിറസാന്നിധ്യമാണ് ദുൽഖർ സൽമാൻ. മറ്റൊരു മലയാളി താരത്തെയും ഇതര ഭാഷാ സിനിമാ പ്രേമികൾ ഇങ്ങനെ സ്വീകരിക്കുകയോ തങ്ങളിൽ ഒരാളായി കാണുകയോ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പറയാം. ആയതിനാൽ തന്നെ ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ ലോകവും. അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ചിത്രമാണ് കാന്ത. കാന്തയ്ക്ക് മേൽ അത്രയധികം പ്രതീക്ഷ തമിഴ് പ്രേക്ഷകരും നൽകുന്നുണ്ട്. കാരണം തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ സിനിമയിലെത്തുന്നത്. ഞെട്ടിക്കുന്ന പ്രകടനമായിരിക്കും ദുൽഖർ സിനിമയിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാം. കാരണം അതുതന്നെയാണ് ചിത്രത്തിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ടീസറും നൽകുന്ന സൂചന. നേരത്തെ ദുൽഖർ സൽമാന്റെ ജന്മദിനത്തിലാണ് ചിത്രത്തിന്റെ ടീസർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഇതും ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറും സംവിധായകനും തമ്മിലുള്ള പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തമെന്നാണ് ടീസർ നൽകുന്ന സൂചനകൾ. ഇപ്പോഴിതാ ചിത്രത്തിലെ ആദ്യ ഗാനവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പനിമലരെ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ഗാനത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജാനു ചന്ദ്രാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങിയതോടുകൂടി തന്നെ സിനിമയുടെ ഒരു പോക്ക് അത് റെക്കോർഡുകൾ തൂക്കാൻ തന്നെയാകുമെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. പനിമലരെ എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയിൽ ദുൽഖർ സൽമാന്റെ വ്യത്യസ്ത ഭാവങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സെപ്റ്റംബർ 12-നാണ് ചിത്രം പുറത്തു വരുന്നത്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത്. ദുൽഖർ സൽമാൻ, ഭാഗ്യശ്രീ, സമുദ്രഖനി എന്നിവർക്കൊപ്പം തെലുങ്ക് സൂപ്പർ താരം റാണ ദഗുപതിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത. തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.